ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the terms in two positions of some arithmetic sequences are given below. Write the first 5 terms of each. ചില സംഖ്യാശ്രേണികളുടെ 2 പദങ്ങൾ താഴെ തരുന്നുണ്ട്. ആ സംഖ്യാശ്രേണികളിലെ 5 പദങ്ങൾ കണ്ടെത്തി എഴുതുക. തേർഡ് ടേം 34 ആൻഡ് സിക്സ്ത് ടേം 67 എന്നതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുള്ളത്. നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 5 ടേംസ്, ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് ആണ്. ടേംസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ടേംസ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് ടേംസ് കേട്ടോ. ഇതാണ് ടേംസ്. അതായത് ഇതിൽ 34 ആൻഡ് 67 ഈ വാല്യൂസ് ആണ് ടേംസ്. ഇനി ടേംസിൻ്റെ പൊസിഷൻ ഏതാണ്? പൊസിഷനാണ് ഈ 3ഉം 6ഉം. ഓക്കെ. പൊസിഷൻ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഇതാണ് പൊസിഷൻ. ഇപ്പോൾ 3rd 5th എന്നൊക്കെ വരുന്നതാണ് പൊസിഷൻ. ആൻഡ് ടേംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആണ്. ഓക്കെ. തെറ്റിപ്പോരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇതാണ് ടേംസ്, ഇതാണ് അതിൻ്റെ പൊസിഷൻസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ആദ്യം എഴുതാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്. ഓക്കെ. അത് ആദ്യം കണ്ടുപിടിക്കണം. ബിക്കോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ആണ് എഴുതേണ്ടത്. ഏതൊക്കെയാണ് ഇവിടെ ടേംസ് കിടക്കുന്നത്? 67 ആൻഡ് 34. ഓക്കെ. 67 മൈനസ് 34 ആണ് നമുക്ക് കാണേണ്ട ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ 67 മൈനസ് 34 എന്ന് പറയുമ്പോൾ എത്രയാണ്? 33 അല്ലേ? ഓക്കെ. ഇനി ഞാൻ ഡിഫറൻസ് ഡി എന്ന് ഇടുകയാണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് പൊസിഷൻ ആണ്. ഓക്കെ. പൊസിഷൻ ഇടാം, ടേംസ് പൊസിഷൻസ് ആണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ് ഏതാണ്? പൊസിഷൻസ് 6ഉം 3rd. ഓക്കെ. അപ്പോൾ 6 മൈനസ് 3 ഈക്വൽ ടു എത്രയാണ്? 3. ഓക്കെ. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്ന് പറയുന്നത് 67 മൈനസ് 34 is equal to 33 and difference between the positions is equal to 6 minus 3 is equal to 3. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി ഡി എന്ന് പറയുന്നത് എത്ര ഡി ആണ്? 3D ആണ്. ഓക്കെ. ഡി എന്ന് പറയുന്നത് 3D ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 3Dയുടെ വാല്യൂ ആണ് ഈ 33. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ ദ പൊസിഷൻസ് ആണ് നമ്മൾ 3 എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ 3 എന്ന് പറയുന്നത് 3D ആണ്. ഓക്കെ. ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 3D ആണ്. അതിൻ്റെ വാല്യൂ 3Dയുടെ വാല്യൂ ആണ് 33. ഓക്കെ. അപ്പോൾ 3D ആണ് 33. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 33 ഡിവൈഡ് ബൈ 3 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 11 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഡി കിട്ടി. എത്രയാണ്? 11 ആണ് ഡി. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഡി വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഫ്രണ്ടിലേക്കാണെങ്കിൽ എന്ത് ചെയ്യുക? കൂടിക്കൂടി വരുന്ന സീക്വൻസ് ആണെങ്കിൽ ഫ്രണ്ടിലേക്ക് കൂട്ടിക്കൂട്ടി പോവുക, ബാക്കിലേക്ക് കുറച്ച് എഴുതുക. എന്തിനെ? ഡീന്. ഓക്കെ. ഇപ്പോൾ ഡി 11 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3rd ടേം ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്? 34 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 പൊസിഷൻസ് ഇടുക. ഓക്കെ. ഇനി 3rd ടേം എത്രയാണ്? 34. ഓക്കെ. ഇനി എത്ര ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? 5 ടേംസ്. ഓക്കെ. നമുക്ക് ഇവിടുന്ന് തുടങ്ങിപ്പോവാം. ഓക്കെ. ഇനി 34ൽ നിന്നും ഈ 11 കുറയ്ക്കുമ്പോഴാണല്ലോ സെക്കൻഡ് ടേം കിട്ടുന്നത് അല്ലേ? 3rd ടേം കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ 3rd ടേമിൽ നിന്നും എന്ത് കുറയ്ക്കണം? ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കുറയ്ക്കണം അല്ലേ? അപ്പോൾ 11 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ സെക്കൻഡ് ടൈം കിട്ടാൻ 34ൽ നിന്ന് 11 കുറയ്ക്കണം. അപ്പോൾ 34ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ നമുക്ക് 23 കിട്ടും. ഓക്കെ. ഇനി
ഇങ്ങോട്ട് കുറച്ചല്ലേ വരേണ്ടത്. ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ സെക്കൻഡ് ടൈമിൽ നിന്നും 11 കുറയ്ക്കണം. ഓക്കെ, ഇങ്ങോട്ടാണ് കൂടി വരിക, അപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ 23 നിന്ന് എന്ത് ചെയ്യണം? 11 കുറയ്ക്കണം. 23 നിന്ന് 11 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 12, 23, 34 തേർഡ് ടേം വരെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? അങ്ങോട്ടേക്കാണെങ്കിൽ കൂട്ടണം. 34ൻ്റെ കൂടെ എന്ത് കൂട്ടണം? കോമൺ ഡിഫറൻസ് ആയ 11 കൂട്ടുമ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. ഓക്കെ, ഇനി 45ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 56 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും കിട്ടി. 12, 23, 34, 45, 56. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. ടേംസ് തന്നേക്കുന്നത് നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്നതാണ് ആദ്യം എഴുതേണ്ടത്. അതെന്താണ്? അത് ആ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഡിഫറൻസ് കാണുക, അത് കുറയ്ക്കുക. വലിയ ടേമിൽ നിന്നും ചെറിയ ടേം കുറയ്ക്കുക. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്ന് പറയുന്നത് ആ ടേംസിൻ്റെ വാല്യൂവിൻ്റെ പൊസിഷൻസ് ആണ്. അപ്പോൾ ആ പൊസിഷൻസും അതുപോലെ തന്നെ വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂ കുറയ്ക്കുക. അതിനുശേഷം കിട്ടുന്നത് എത്രയാണോ അത്രയും ഡി ആണ്. അതായത് ബിറ്റ്വീൻ പൊസിഷൻസ് ഡിഫറൻസ് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, എത്രയാണോ ഡി അതാണ് ആ കുറച്ച് കിട്ടുന്ന ഡിഫറൻസ്. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ എത്ര ഡി ആണോ അതിൻ്റെ വാല്യൂ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയത് 3D ആയിരുന്നു. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ പൊസിഷൻ എന്ന് പറയുന്നത് 3D ആയിരുന്നു. 3Dയുടെ വാല്യൂ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്ന് പറയുന്നത് 33. അപ്പോൾ 3D ആണ് 33 എങ്കിൽ ഡി കിട്ടണം എന്ത് ചെയ്യണം? 33 / 3 ചെയ്യണം. അപ്പോൾ നമുക്ക് 11 കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് തേർഡ് ടേം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് ടേം എഴുതുക. പിന്നെ സിക്സ്ത് ടേം കിട്ടിയിട്ടുണ്ട്. സിക്സ്ത് ടേം എത്രയാണ്? 67 ആണ്. ഓക്കെ, നമുക്കിവിടെ 67 എന്നും കൂടെ എഴുതി കൊടുക്കാം. ഫിഫ്ത്ത് ടേമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സിക്സ്ത് ടേം കൂടെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 67 എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ആ തന്നിട്ടുള്ള ടേംസ് അവിടെ എഴുതി വെക്കുക. ബാക്കി എന്ത് ചെയ്യുക? ഈ കോമൺ ഡിഫറൻസിനെ കുറച്ച് പുറകോട്ടാണെങ്കിൽ കുറച്ച് എഴുതുക, ഫ്രണ്ടിലേക്കാണെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടി പോവുക. അങ്ങനെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ടേം 43 ആൻഡ് സിക്സ്ത് ടേം 76. മൂന്നാമത്തെ പദം 43ഉം ആറാമത്തെ പദം 76ഉമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 ടേംസ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതാണ് ടേംസ്. അപ്പോൾ 76 മൈനസ് 43. 76 മൈനസ് 43 എത്രയാണ്? 33. ഓക്കെ, ഇനി എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ്. ടേം പൊസിഷൻസ് ഏതൊക്കെയാണ്? 6 and 3. എനിക്ക് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് സൗണ്ട് ഒന്ന് ക്രാക്ക് ആവുന്നുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ 6 മൈനസ് 3 എത്രയാണ്? 3. അപ്പോൾ നമുക്ക് 3D ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3D ആണ് അല്ലേ? 3യുടെ വാല്യൂ എത്രയാണ്? 33. 3യുടെ വാല്യൂ 33 ആവുമ്പോൾ ഡി എത്രയാണ്? ഡി 33 / 3 സീക്വൽ ടു എത്ര കിട്ടും? നേരത്തെ പോലെ തന്നെ നമുക്ക് 11 കിട്ടും. ഇനി നമുക്ക് തന്നിട്ടുള്ള പൊസിഷൻസ് എഴുതാം. തേർഡ് ടേമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേയുള്ള 2 ടേംസിൻ്റെ പ്ലേസ് ബ്ലാങ്ക് ആയിട്ട് ഇടുക. തേർഡ് ടൈം 43 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതി പോകുന്നതാണ് കേട്ടോ എളുപ്പം. പിന്നെ എന്ത് ചെയ്യുക? ഫോർത്ത് ടേം ഇല്ല, ഫിഫ്ത്ത് ടേം ഇല്ല, സിക്സ്ത് ടേം എത്ര തന്നിട്ടുണ്ട്? 76 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടൈം അല്ലേ, ഇങ്ങോട്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ആദ്യം സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ തേർഡ് ടൈം ഇവിടെ ഉണ്ട് 43. ഇനി സെക്കൻഡ് ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? 43യിൽ നിന്നും 11 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 43 മൈനസ് 11 ഈക്വൽ ടു 32 അല്ലേ? 32 കിട്ടും. ഈ 32ൽ നിന്ന്
സെക്കൻഡ് ടൈമായ 32 നിന്നും 11 കുറയ്ക്കുമ്പോഴാണ് എത്ര കിട്ടുക? ഫസ്റ്റ് ടൈം കിട്ടുക. ഫസ്റ്റ് ടൈം അപ്പോൾ എത്രയാവും? 32 മൈനസ് 11 എത്രയാണ്? 21 അല്ലേ? ഇനി ഇങ്ങോട്ട് വരുമ്പോൾ തേർഡ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 11 കൂട്ടുമ്പോൾ ആണ് ഫോർത്ത് ടൈം കിട്ടുക. അപ്പോൾ ഫോർത്ത് ടൈം എത്രയാണ്? 43 പ്ലസ് 11 എത്രയാണ്? 54 അല്ലേ? 54 അല്ലേ? ഇനി 54 11 കൂട്ടുമ്പോഴാണ് ഫിഫ്ത്ത് ടേം കിട്ടുക. ഫിഫ്ത്ത് ടൈം അപ്പോൾ എത്രയാണ്? 65 അല്ലേ? 65 വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും കിട്ടി. ഏതൊക്കെയാണ്? 21, 32, 43, 54, 65, 76. Okay. Next question. Is 101 a term of the arithmetic sequence 13, 24, 35? What about 1001? 13, 24, 35 എന്ന് തുടങ്ങുന്ന സംഖ്യാശ്രേണിയിൽ 101 ഒരു പദമാണോ? ആണെങ്കിൽ അതിനുള്ള കാരണം എഴുതുക. 1001 ഒരു പദമാണോ എന്ന് കണ്ടെത്തുക. അപ്പോൾ 13, 24, 35 എന്ന് തുടങ്ങുന്ന ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ 101 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. സെക്കൻഡ് ടേം എത്രയാണ്? 24. ഫസ്റ്റ് ടേം എത്രയാണ്? 13. അപ്പോൾ 24 നിന്ന് 13 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 11 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. ഇനി കണ്ടുപിടിക്കേണ്ടത് 101 ഇതിലെ ഒരു ടേം ആണോ എന്നാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ 101 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 101ൻ്റെ ഡിഫറൻസ് ഏതിൽ നിന്ന്? ഫസ്റ്റ് ടേമായി ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് കാണണം. അതായത് തന്നിരിക്കുന്ന ടേമിനെ തന്നിരിക്കുന്ന സീക്വൻസിലെ ഫസ്റ്റ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് കാണാം. അപ്പോൾ 101നെ ഇതിലെ ഫസ്റ്റ് ടേമായ 11 കൊണ്ട് കുറച്ചിട്ട് നമ്മൾ അതിന് ഡിഫറൻസ് കാണണം. അപ്പോൾ നമുക്ക് 88 എന്ന് കിട്ടും അല്ലേ? 101ൽ നിന്ന് 13 കുറയ്ക്കുമ്പോൾ 88 എന്ന് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ ഈ ടേം ഡിഫറൻസ്. അതായത് ടേം ഡിഫറൻസ് എത്രയാണ്? 101നെ 13 കൊണ്ട് കുറച്ചപ്പോൾ നമുക്ക് 88 എന്ന് കിട്ടിയത് ടേം ഡിഫറൻസ് ആണ്. ഇത് കോമൺ ഡിഫറൻസ് ആണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആണ് 11. ഇനി ആ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ 88 എന്ന് നോക്കിയാൽ പോരെ? എങ്കിൽ ആ സംഖ്യ ഇതിലെ ഒരു ടേം ആയിരിക്കും. അപ്പോൾ നമുക്ക് 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 8 എന്ന ആൻസർ കിട്ടും. അതുകൊണ്ട് എന്താണ്? നിശേഷം ഹരിക്കാൻ പറ്റി, റിമൈൻഡർ ഇല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും? 101 ഒരു ടേം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ? കാരണം റിമൈൻഡർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ടേം ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് റീസൺ എഴുതുമ്പോൾ സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ കോമൺ ഡിഫറൻസ്, സോ 101 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അതായത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ പൊതുവ്യത്യാസത്തിൻ്റെ ഒരു ഘടകക്രിയയാണ് പദവ്യത്യാസം എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ 101 ഈ സംഖ്യാശ്രേണിയിലെ ഒരു പദമാണ് എന്നെഴുതാം. ഇനി ഏതാണ് ചോദിച്ചിട്ടുള്ളത്? 1001. 101ന് ശേഷം 1001ൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1001 ഇതിലെ ഇപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏത് പദമാണ്? സംഖ്യയല്ല, ഏതാണ് പദം? ഇതിലെ ടേം ഇപ്പോൾ 101 101 ഇതിലെ ഒരു ടേമാണ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയോ ഒരു ടേമാണ് എന്ത്? 101. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും വലിയ ടേം 101. അപ്പോൾ 1001 നിന്ന് എന്ത് കുറയ്ക്കണം? ഇതിൽ ഈ സംഖ്യാശ്രേണിയിലെ ഇപ്പോൾ ഏറ്റവും വലിയ ടേമായ 101 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 900 900 എന്ന് കിട്ടും. ശ്രദ്ധിക്കുക, 900 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും 1001 എന്തല്ല. കാരണം പൊതുവ്യത്യാസം 1001 101 തമ്മിൽ കുറച്ചപ്പം 900 എന്നാണ് കിട്ടിയത്. ഇനി 900 ഇവിടെ ചെയ്ത പോലെ തന്നെ 900 ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഡിഫറൻസ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11, സോ 1001 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഈ സംഖ്യാശ്രേണിയിലെ പൊതുവ്യത്യാസമായ 11ൻ്റെ ഗുണന ക്രിയയല്ല 900, അതായത് പദവ്യത്യാസമായ 900. അതുകൊണ്ട് തന്നെ 1001 ഈ സംഖ്യാശ്രേണിയിലെ ഒരു പദമായി വരില്ല എന്നെഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി 3-digit numbers are there
which leave a remainder 3 on dividing by 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളാണുള്ളത് കണ്ടെത്തുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര എണ്ണമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും വേണം, 3 ശിഷ്ടം വരികയും വേണം, അത് മൂന്നക്ക സംഖ്യയും ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ അല്ലേ, അതല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. മൂന്നക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? 100. 99 വരെ രണ്ടക്ക സംഖ്യയാണ്, മൂന്നക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 100-ലാണ്. അപ്പോൾ നമുക്ക് ഇനി 100-നെ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 100-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് കിട്ടുന്നത് 14 എന്നായിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ റിമൈൻഡർ വരുന്നത് 2 എന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൈൻഡർ നമുക്ക് 3 വരണം. അതുകൊണ്ട് ഇവിടെ 2 കിട്ടിയത്. നമുക്ക് 100-നെ എന്താക്കാൻ പറ്റില്ല, ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനി അടുത്ത മൂന്നക്ക സംഖ്യ എടുക്കാം. 100 അല്ലാത്തത് കൊണ്ട് 101 എടുത്തു. 101-നെ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് റിമൈൻഡർ 3 എന്ന് കിട്ടും അല്ലേ. നമുക്കപ്പോൾ എന്ത് പറയാം? ദ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവൈഡിങ് ബൈ 7 ഇസ് ഈക്വൽ ടു 101 എന്ന് പറയുന്നത് എന്താണ്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ 101 ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി ലാർജസ്റ്റ് അല്ലേ, സ്മോളസ്റ്റ് കിട്ടി. ഇനി ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്ര നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ ചെറുത് മുതൽ വലുത് വരെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 999 അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 ആവും, 4 ഡിജിറ്റ് നമ്പർ ആവും. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 999. നമുക്കിവിടെ എന്ത് ചെയ്യണം? 999-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 999-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്ത് കിട്ടും? കോഷ്യന്റ് 142 എന്ന് കിട്ടും. റിമൈൻഡർ 3 ആണോ കിട്ടുന്നത്? അല്ല, റിമൈൻഡർ നമുക്ക് 3 കിട്ടണം. ഇവിടെ റിമൈൻഡർ 5 എന്നായിരിക്കും കിട്ടുക അല്ലേ. റിമൈൻഡർ 5 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ അതായത് 999-നെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതായത് 3 റിമൈൻഡർ വരുന്ന 3 ഡിജിറ്റ് നമ്പറിൻ്റെ കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ എടുക്കണം. 999 പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? 997 എടുക്കാം. 997 എടുക്കാം. റിമൈൻഡർ 3 വരണമല്ലോ, അതുകൊണ്ട് 997 എടുക്കാം. 997-നെ എന്ത് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ 3 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. റിമൈൻഡർ 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ ലാസ്റ്റ് നമ്പർ വിച്ച് ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവൈഡിങ് ബൈ 7 ഇസ് ഈക്വൽ ടു 997. അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ അവസാനത്തെ മൂന്നക്ക സംഖ്യ എന്നത് 997 ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സീക്വൻസ് എഴുതാം? ഇനി സീക്വൻസ് എഴുതത്തില്ലേ? ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 101. ഇതിലെ ആദ്യത്തെ ടൈമാണെന്ന് കണ്ടുപിടിച്ചു. ഇനി 7 കൊണ്ടല്ലേ ഹരിക്കുന്നത്, അപ്പോൾ 7 കൂട്ടി പോയാൽ പോരെ. അപ്പോൾ 101, 101-ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 108. പിന്നെ എത്ര വരും? 115. പിന്നീട് ലാസ്റ്റ് ടേം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 997. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് കിട്ടി. ഇതിലെ സ്മോളസ്റ്റ് നമ്പർ, അതായത് ഫസ്റ്റ് നമ്പർ 101 ആണ്. ലാസ്റ്റ് നമ്പർ 997 ആണ്. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ ടേംസ്, വലിയ ടേമിൽ നിന്നും ചെറിയ ടേം കുറയ്ക്കുക. 997-ൽ നിന്നും 101 കുറയ്ക്കണം.
കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 896 കിട്ടും അല്ലേ. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ടേമും കണ്ടുപിടിക്കാൻ വേണ്ടി 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടേം ഡിഫറൻസിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 896നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 128 എന്ന് കിട്ടും അല്ലേ. 128. ഈ 128 എന്ന് പറയുന്നത് എന്താണ്? 128 ടേംസ് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഉണ്ടാവും. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3 റിമൈൻഡർ വരുന്ന 128 ടേംസ് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓൺ ആഡിങ് ദ കോമൺ ഡിഫറൻസ് 7, 128 times we get 997. So 997 is the 129th term of this sequence. So number of the terms in this sequence is equal to 129. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോമൺ ഡിഫറൻസ് 7 128 തവണ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 997 കിട്ടുന്നത്. അതായത് 101ന്റെ കൂടെ 7 ഇത്രയും ടൈംസ് ആഡ് ചെയ്യുമ്പോൾ 128 ടൈംസ് ആഡ് ചെയ്യുമ്പോഴാണ് 129ാമത്തെ ടേം. എത്രയാണ്? 129ാമത്തെ ടേമാണ് എന്ത്? 997 എന്ന് കിട്ടുന്നത് അല്ലേ. ഫസ്റ്റ് ടേം 101ഉം 129ാമത്തെ ടേം, അതായത് ഈ നമ്പറിന്റെ ടേം ആണ് കണ്ടുപിടിക്കുന്നത്. 129ാമത്തെ ടേമാണ്. ഫസ്റ്റ് ടേം ഏതാണ്? ഫസ്റ്റ് ടേം 101 അല്ലേ. ലാർജസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ വാല്യൂ ആണ് 997. പക്ഷെ അത് എത്രാമത്തെ ടേം ആണ് നമ്മൾ കണ്ടുപിടിച്ചില്ല. പിന്നെ നമുക്ക് കിട്ടി എന്താണ്? ഇതിൽ നിന്ന് റിമൈൻഡർ വരുമ്പോൾ 128 തവണ കൂട്ടുമ്പോഴാണ്, അതായത് 101ന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയ 7 128 തവണ കൂട്ടുമ്പോഴാണ് 129ാമത്തെ ടേമായ 997 കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടാവും? 129 ടേംസ് ഉണ്ടാവും. കാരണം എന്താണ്? ഇതാണ് ആദ്യത്തെ ടേം 101 ആണ്. പിന്നീട് 128 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ 129ാമത്തെ ടേമായ 997 കിട്ടും. അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഇച്ചിരി ടഫായിട്ടുള്ള ഒരു പോർഷനാണ് ഓൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഒറ്റ പ്രോബ്ലം വെച്ചിട്ട് എങ്ങനെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്ര ഈസി ആയിട്ട് കണ്ടെത്താമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഓൾജിബ്ര കണ്ടെത്തുന്നത് nth ടേമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ് xn = f + n-1 × d അല്ലേ. ഈ ഇക്വേഷനിൽ നമ്മൾ എഫിനും ഡിക്കും വാല്യൂ കൊടുക്കും, എന്നിന് വാല്യൂ കൊടുക്കില്ല. അതാണ് നമ്മൾ ഓൾജിബ്ര കണ്ടെത്തുന്നത്. അങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഓക്കെ. xn = f + n-1 × d എന്ന ഇക്വേഷനിൽ എഫിനും ഡിക്കും വാല്യൂ കൊടുത്തുകൊണ്ട് എന്നിന് വാല്യൂ കൊടുക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓൾജിബ്ര കണ്ടെത്തുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഞാനൊരു അരിത്മെറ്റിക് സീക്വൻസ് വെച്ചിട്ടത് പറഞ്ഞുതരാം. 1 5 9 13. ഇതിനകത്ത് എഫ് ഏതാണ്? ഫസ്റ്റ് ടൈം അല്ലേ എഫ്. ഇതിൽ ഫസ്റ്റ് ടൈം ഏതാണ്? 1. അതുപോലെ ഡി വേണം അല്ലേ. ഡി എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ 5 - 1 = 4. അപ്പോൾ ഡിയും കിട്ടി 4 എന്ന്, എഫ് 1 എന്നും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. xn = f + n-1 × d എന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. എഫ് എന്നുള്ളതിന് എത്ര കൊടുക്കാം? ഫസ്റ്റ് ടൈം ആണ് 1. ഇനി എന്നിന് വാല്യൂ കൊടുക്കുന്നില്ല, അപ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ഡി എന്നുള്ളത് 4. ഓക്കെ. ഇനി 1 + ഗുണിക്കണ്ടേ? n × 4 എത്രയാണ്? 4n. 4n. ഇനി 1 × 4 4. അപ്പോൾ -4. മൈനസ് അല്ലേ ഇവിടുത്തെ? ഓക്കെ. ഇത് വീണ്ടും എഴുതാം. എങ്ങനെ? xn = 4n മൈനസും പ്ലസും ആണ്, 4ഉം 1ഉം. ഓക്കെ. അപ്പോൾ 4n - 3 എന്ന് കിട്ടും അല്ലേ. 4n - 3. അപ്പോൾ ഇവിടെ xnന്റെ വാല്യൂ എത്രയാണ്? 4n -
3. ഓക്കെ, ഇതുപോലെ തന്നെ എക്സ് എൻ എന്നുള്ള സ്ഥാനത്ത് ചിലപ്പോൾ 1 എന്ന് ചോദിക്കും. x1 കണ്ടെത്താൻ പറഞ്ഞാൽ n ഉള്ളിടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, n എന്നുള്ള ഭാഗത്തൊക്കെ ഇവിടെ ഈ ഇക്വേഷനിൽ n എന്നുള്ള ഭാഗത്തൊക്കെ എന്തിട്ട് കൊടുക്കുക, ടേം ആണ് കേട്ടോ, ടേമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 എന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ n എന്നുള്ള സ്ഥാനത്ത് x1 ഇട്ട് ചെയ്യുക, ഇവിടെ n എന്നുള്ള സ്ഥാനത്ത് 1 ഇടുക. താഴേക്ക് അതുപോലെ തന്നെ എഴുതി പോകുമ്പോഴെല്ലാം n എന്നുള്ളിടത്തെല്ലാം 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി x2 എന്നാണെങ്കിൽ n എന്നുള്ളിടത്തൊക്കെ 2 ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഏത് ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ഓൾജിബ്ര കണ്ടെത്താം.